3BHK മൂവിയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ സിനിമയിൽ 2 ദുരന്ത കഥാപാത്രങ്ങളുണ്ട്. വെറുപ്പിക്കൽസിൻ്റെ പൂരം, എൻ്റെ ഭാഷയിൽ പറഞ്ഞ അൺസഹിക്കബിൾ ക്യാരക്ടേഴ്സ് 2 ഉണ്ട്. ഈ 2 കാരണം തന്നെ പലർക്കും ഈ സിനിമ ഒരു സീരിയൽ പോലെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന കോപ്രാട്ടിത്തരം എന്തൊക്കെയാണ്, ഇതിൻ്റെ ആ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അത് കേൾക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ, അത് ഞാൻ അവസാനം പറയാം. ഈ സിനിമ എനിക്ക് എങ്ങനെയായിരുന്നു, എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാനിപ്പോൾ പറയുകയാണ്. ആദ്യം തന്നെ തമിഴ്നാട്ടിലൊക്കെ ഈ ടൗൺ പ്രദേശങ്ങളിലൊക്കെ മിക്കവരും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ വീടുകൾ സ്വന്തമായിട്ട് മിക്കവർക്കും ഇല്ല. അവരുടെ കയ്യിൽ 1-2 ലക്ഷങ്ങൾ അല്ലെങ്കിൽ 5 ലക്ഷത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി സ്വരുക്കൂട്ടി വെക്കും. എന്നിട്ട് അവർ കാണുന്ന സ്വപ്നം 30 ലക്ഷം 35 ലക്ഷത്തിൻ്റെ വീടുകളാണ്. അതിലേക്ക് എത്താൻ പറ്റുമോ, എത്താൻ പറ്റാതെ കുറേ പേര് സ്വപ്നങ്ങൾ മാത്രം ബാക്കിയായിട്ട് അവരുടെ ആയുസ് തന്നെ തീർന്ന് ലോകത്തോട് വിട പറയുന്നതാണ് സാധാരണം. പക്ഷെ ചിലരൊക്കെ വീടുകൾ വയ്ക്കാറുമുണ്ട്. അപ്പോൾ ഈ സിനിമയും ഒരു ഭവനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, സിനിമയുടെ പേര് തന്നെ 3BHK ആണല്ലോ, അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഥ പുരോഗമിക്കുന്നത്. പക്ഷേ ഭവനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇതിൽ ഒരു ഫാമിലി മൂവിയാണ്. അപ്പം ആ ഫാമിലിയിലുള്ള കഥാപാത്രങ്ങളുടെ ആ ഫീലിങ്സ്, അവരുടെ ജീവിതം, അതൊക്കെ തന്നെ അവരുടെ ഭാവി, എല്ലാ കാര്യങ്ങളും തന്നെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നതും കഥ എഴുതിയിരിക്കുന്നതും അമൃത് രാംനാഥാണ്. കക്ഷി ഒരു ചെറുപ്പക്കാരനാണ്, ചെറിയ പയ്യനാണ് ഡയറക്ടർ. കക്ഷി ഇതിൽ ഒരു പൊളിച്ച കഥ, പൊളിച്ച തിരക്കഥ, പൊളിച്ച കഥാപാത്രങ്ങൾ, പൊളിച്ച മേക്കിംഗ്, അങ്ങനെ തന്നെ പറയാനാണ് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. കക്ഷി നന്നായിട്ട് ഈ സിനിമ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പയ്യനാണെങ്കിലും നല്ല ബുദ്ധിയോടെ, തിരക്കഥയൊക്കെ ഗംഭീരമാണ് അവൻ ചെയ്തിരിക്കുന്നത്. ആ ഓരോ സംഭവങ്ങളും കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ നമുക്ക് ശരിക്കും ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഗംഭീരമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോരായ്മകളുണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാം. ആദ്യം തന്നെ ഇതിലെ നടൻ സിദ്ധാർത്ഥിൻ്റെ കഥാപാത്രം പ്രഭു. കക്ഷി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയുടെ കരിയറിൽ തന്നെ അവൻ ചെയ്ത ബെസ്റ്റ് കഥാപാത്രമാണ് ഇതെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഇതിലവൻ ഒരു നല്ല മകനായിട്ട്, നല്ലൊരു ചേട്ടനായിട്ട്, നല്ലൊരു കാമുകനായിട്ട്, നല്ലൊരു ഭർത്താവായിട്ട്, നല്ല അംബീഷൻ, അവനായിട്ടുള്ള കുറച്ച് അംബീഷൻ, അവൻ്റെ ജോലി കാര്യത്തിൽ അങ്ങനെയൊക്കെ പഠന കാര്യത്തിലൊക്കെയുള്ള അംബീഷനുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട്, അതേസമയം ആ അംബീഷൻസിൽ അവന് പ്രശ്നങ്ങൾ വരുമ്പോൾ ഉള്ള അവൻ്റെ അഭിനയം, അതേപോലെ തകർച്ചകൾ വരുമ്പോൾ, വീഴ്ചകൾ വരുമ്പോഴൊക്കെയുള്ള അവൻ്റെ അഭിനയം വളരെ മനോഹരമായിട്ട് സിദ്ധാർത്ഥ് ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഭാവങ്ങളിലൂടെയാണ് ഞാൻ സത്യത്തിൽ ഈ സിനിമ കണ്ടത്. ഇതിൽ മറ്റുള്ള ചപ്പടാച്ചി കഥാപാത്രങ്ങളില്ല, അതിലേക്ക് ഞാൻ പിന്നെ വരാം. അവനിലൂടെ ഈ സിനിമ കാണുമ്പോഴാണ് ഈ സിനിമ നന്നായിരിക്കുന്നത്. അതേപോലെ തന്നെ അവൻ്റെ സഹോദരിയായിട്ട് ചെയ്ത മീത രഘുനാഥ്, ആർത്തി എന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ആ പെണ്ണ് നന്നായിട്ട് ഒരു സഹോദരിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. സഹോദരി മാത്രമല്ല, നല്ല മകളായിട്ട്. പിന്നെ അവളുടെ ലൈഫിൽ മുതിർന്നിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ഇതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോഴുള്ള പക്വത, അതൊക്കെ ആ പെണ്ണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സീനിൽ ചേട്ടനെ ഇവളെ എഴുന്നേൽപ്പിക്കണം, രണ്ടുപേരും ഒപ്പം കിടക്കുന്നത്. അപ്പോൾ ഇവള് മറ്റേ അലാറം വെച്ചിട്ട് അവൻ്റെ ചെവിയിൽ വെക്കുമ്പോൾ അവൻ ഒറ്റ ചവിട്ട് കൊടുക്കുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞിട്ട് വീഴുന്നതൊക്കെ നേച്ചുറലായിട്ടുണ്ട്. ആ സീനിൽ ഞാൻ ഒരുപാട് ചിരിച്ചു കിട്ടും. അത് നേച്ചുറലാണ്, സഹോദരന്മാർ തല്ലുകൂടുന്ന രീതിയിൽ ആ ഭാഗം നന്നായിരുന്നു. അതേപോലെ തന്നെ ചേട്ടനെയും അതേപോലെ അച്ഛനെയും അമ്മയൊക്കെ വിട്ടുകൊടുക്കാത്ത ആ സഹോദരി കഥാപാത്രം വളരെ നന്നായിട്ട് മീത രഘുനാഥ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കഥാപാത്രം. അതേപോലെ തന്നെ ഈ സിനിമയിൽ പ്രഭുവിൻ്റെ, അതായത് സിദ്ധാർത്ഥ് കഥാപാത്രം പ്രഭുവിൻ്റെ കാമുകിയായിട്ട് വരുന്ന ജൈത്ര ജെ ആചാർ, അതാണ് നടിയുടെ പേര്. അവരുടെ കഥാപാത്രം ഐശ്വര്യ. ആ കഥാപാത്രവും ശരിക്കും പറഞ്ഞാൽ ഈ പ്രഭു ആൻഡ് ആർത്തി, സഹോദരന്മാർ, ഇവരാണ് ഈ സിനിമയിൽ തിളങ്ങി നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് ഈ കാമുകിയുടെ കഥാപാത്രം. അതും ആ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥിൻ്റെ കൂട്ടുകാരനായിട്ട് ഒരു പയ്യൻ ഇടയ്ക്ക് വരുന്നുണ്ട്, അവൻ്റെ കഥാപാത്രവും നന്നായിരുന്നു. അവൻ കുറച്ച് സമയമേ ഉള്ളൂ എങ്കിലും അങ്ങനെ തന്നെയാണ് കൂട്ടുകാരുണ്ടാവുക എന്നുള്ള ലെവലിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ നല്ലൊരു സംഭവമാണ്. നിങ്ങളിപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള അംഗങ്ങളിൽ പലരെയും നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്, നാച്ചുറലായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ലതാണ്. പിന്നെ യോഗി ബാബു കക്ഷി ഇതിൽ പതിവ് പോലെ തന്നെയാണ് വരുന്നത്. അങ്ങേരുടെ ഒരു കൂടുതലൊന്നും അനങ്ങാതെ, ബോഡിയൊന്നും അനക്കാതെയുള്ള തമാശകളാണല്ലോ കക്ഷി ചെയ്യുക. അത് ഇതിലുണ്ട്, ചിരി വരുന്നുണ്ട്, ചിരിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ട്. കുറച്ച് നേരമാണെങ്കിലും ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അച്ഛനും അമ്മയും അതേപോലെ മക്കളും അതേപോലെ ലൈഫ് പാർട്ട്ണറും അങ്ങനെയുള്ള എല്ലാ കഥാപാത്രങ്ങളും തന്നെ ഇതിൽ സ്ട്രോങ് ആണ്, നന്നായി വന്നിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. നിങ്ങൾക്ക് ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ സിദ്ധാർത്ഥിൻ്റെ പ്രഭുവിനെയും അതേപോലെ മീത രഘുനാഥിൻ്റെ ആർത്തിനെയും, പ്രത്യേകിച്ച് ഞാൻ പറയാം, ബാക്കി കഥാപാത്രങ്ങളും ഓക്കെയാണ്, ഇവർ രണ്ടുപേരുടെ അഭിനയവും ആ ഒരു സംഭവങ്ങളും ഇതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ കാണാൻ വേണ്ടി ധൈര്യമായി ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ഇനി ഈ സിനിമയിലെ പോരായ്മകൾ, 2 ദുരന്തങ്ങൾ, അത് മറ്റാരുമല്ല, ഒന്ന് ശരത് കുമാറാണ്, മറ്റൊന്ന് ദേവയാനിയാണ്. ദേവയാനിയുടെ ശാന്തി കഥാപാത്രം ഈ സിനിമയിൽ ശാന്തിയോടെ തന്നെ പോവാണ്. എന്നാൽ ആ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യം ഈ കഥയ്ക്കില്ല. അതുകൊണ്ട് ശരി, അവർ ഓക്കെ, അതങ്ങനെ പോട്ടെ. ഈ വാസുദേവൻ പറയുന്ന ശരത് കുമാറിൻ്റെ കഥാപാത്രം, ഇയാൾ എന്താ ഈ ചെയ്തു വെച്ചേക്കുന്നത്? ഇയാളിങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ വല്ല മെഴുകുപ്രതിമ പോലെ തന്നെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. ഇയാൾ എന്തെങ്കിലും ഒരു സംഭവം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്യാസിമാർ പോലും തമ്മിൽ വഴക്കടിക്കുന്നു പറയാം, അവരുടെ അടുത്ത് പോലും ഇത്രയും ശാന്തി ഉണ്ടാവില്ല. ഇയാൾ ഓവർ ശാന്തി കാണിച്ചിട്ട് ഓവർ അഭിനയം പറഞ്ഞാൽ അഭിനയിക്കണില്ല, അഭിനയിക്കാത്ത ഓവർ സംഭവം അയാൾ കാണിക്കുന്നത്. ഇയാളുടെ അടുത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മകൻ പ്രഭു അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, അച്ഛാ പോകാമെന്ന് പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അച്ഛാ പോകാം, പോകാം, നടക്ക്, വരാം. എന്താ ഇത്? യന്ത്രമനുഷ്യനോ? റോബർട്ട് കൂടി ഇതിലും സ്പീഡിൽ കാണിക്കും. ഇയാൾ വെറുതെ വെറുപ്പിച്ചിട്ട് സിനിമ തുടങ്ങിയത് മുതൽ വല്ല സീരിയൽ കാണുന്ന ലെവലിൽ അങ്ങനത്തെ കഥയൊന്നും അല്ല കേട്ടോ. ഇത് നല്ല കഥയാണ്. ഇതിൽ കൊണ്ടുപോയിട്ട് ഈ ശരത് കുമാറിനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ആ പൊക്കി വലിച്ചെറിഞ്ഞിട്ട് അതിന് വരെ വേറൊരാളെ വെക്കായിരുന്നു. ഇയാൾക്ക് പൊതുവേ ഞാൻ പറഞ്ഞ ശരത് കുമാറിന് ഭാവങ്ങളൊന്നും വരില്ല. ഇയാളെ എന്തിനാ ഈ സിനിമയിൽ എടുത്ത് എനിക്ക് മതി. ശരിക്കും പറഞ്ഞാൽ സൂര്യവംശം സിനിമയിൽ അതിലെ ജോഡികളാണ് ശരത് കുമാറും ദേവയാനി. ആ സിനിമ പോലെ വിജയിക്കും എന്നൊരു ചിന്തയിലാണ് ഈ പയ്യൻ, ഈ ഡയറക്ടർ ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ സെലക്ഷനൊക്കെ ഓക്കെ ആണെങ്കിലും ശരത് കുമാർ ഓവർ സംഭവങ്ങൾ അതിൽ കാണിക്കുന്നത് വെറുപ്പിക്കൽസാണ്. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മളെന്തോ നിർജീവ വസ്തുക്കൾ അവിടെ ഇരുന്ന് കാണുന്ന പോലെ, ചോരയും നീരുള്ള മനുഷ്യർ തന്നെയല്ലേ അവിടെ കാണുന്നത്. ഒന്ന് അനങ്ങി പണിയെടുക്കും മനുഷ്യ എന്ന് പറയാൻ തോന്നുകയാണ്. അതുപോലെ ഇയാളുടെ കഥാപാത്രം സത്യം പറഞ്ഞാൽ ഈ ശരത് കുമാറിൻ്റെ വാസുദേവൻ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. അതായത് ഈ സിനിമയിൽ അയാൾ അങ്ങോട്ട് മേലേന്നല്ല, അയാൾ ഈ രീതിയിലൊക്കെ പോകേണ്ട കഥാപാത്രമാണ്. പക്ഷേ ഇയാൾ ഓവർ ആക്ടിങ് ചെയ്തിട്ട് കൊളാക്കിയിരിക്കുകയാണ്. ഓവർ ആക്ടിങ് പറഞ്ഞാൽ അഭിനയിക്കാതെ ഓവറായി ശാന്തമായി ഇരുന്നിട്ട് കൊളാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഭയങ്കര ഒരു ലാഗ് അയാളെ കാണുമ്പോൾ തോന്നുകയാണ്. വെറുതെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ വലിയ മെഴുകു പ്രതിമ പോലെ തന്നെയുണ്ട്, ഇങ്ങനെ അനങ്ങാതെ നിന്നിട്ട്. അയാളുടെ മുഖത്ത് ഭാവങ്ങളൊന്നും വരികയില്ല, പണ്ടേ അങ്ങനെ തന്നെയാണ്. അയാളുടെ സൂര്യൻ സിനിമ അത് നല്ല പൊള്ളി സാധനം. കാരണം എന്താ, ഇയാൾ സത്യം പറഞ്ഞാൽ ഇയാൾക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവം എന്ന് പറയുന്നത്, ഇയാൾ നല്ല ആക്ഷൻ ചെയ്യും. കാരണം ബോഡി ബിൽഡറാണ്, ആക്ഷനിൽ ഇയാൾ കിങ്ങാണ്, ഇയാൾ നന്നായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ വൻ വിജയമായിരുന്നു. പക്ഷേ സൂര്യവംശത്തിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇയാൾ സത്യം പറഞ്ഞാൽ ഇയാളുടെ അഭിനയം കണ്ട പാവം ചക്കര കുട്ടൻ മുട്ടായി വാങ്ങി തരാട്ടോ, അവിടെ അനങ്ങാതെ നിൽക്കട്ടോ എന്ന് പറയുന്ന പോലത്തെ ഭാവങ്ങളെ ഈ ശരത് കുമാർ പൊതുവേ ചെയ്യാറുള്ളൂ. ഇതിൽ ഒന്നുകൂടി ഓവറാക്കി കാണിച്ചു. എനിക്ക് അങ്ങനെ തോന്നിയത്. അതൊരു ഭയങ്കര ഒരു സംഭവമായി പോയി. പിന്നെ ദേവയാനിയുടെ കഥാപാത്രം കൂടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, കാരണം അവർക്ക് അത്രയേ ഉള്ളൂ. ഇത് വെറുതെ അനങ്ങാതെ വല്ല നമ്മളിവരെ കണ്ടാൽ തന്നെ ഭക്തിയോടെ തൊഴുത് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് പോകുന്നത് സിനിമയ്ക്കൊരു. പക്ഷേ ഭാഗ്യത്തിന് സിദ്ധാർത്ഥ് ഇതിൽ പൊളിച്ച് അഭിനയിച്ചു. അതുകൊണ്ട് അവൻ്റെ ആ ഒരു ഇതിൽ പോകുമ്പോൾ നന്നായിട്ടുണ്ട്. സഹോദരി കഥാപാത്രം, മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 കഥാപാത്രങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ദുരന്തം തന്നെയായിരുന്നു.
ബാറ്റപടി ഈ സിനിമ നല്ലൊരു സിനിമയാണ്. ഈ സിനിമ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, പറഞ്ഞിട്ടുമില്ല. നല്ല സിനിമയാണ്, കാണാൻ ഫാമിലിയായി പോയി കാണാനുള്ള നല്ല സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫാമിലിയായി പോയി കാണുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള അംഗങ്ങളെയൊക്കെ അതിൽ കാണാൻ പറ്റും, ഓരോ കഥാപാത്രത്തെയും. സിദ്ധാർത്ഥ് എനിക്ക് നന്നായി ഇഷ്ടമായി. അവൻ്റെ ആദ്യമായിട്ടാണ് ഇത്രയധികം സിനിമ ഇഷ്ടപ്പെടുന്നത്. അവൻ നന്നായി ചെയ്തിട്ടുണ്ട്. അവൻ്റെ ആ ഡിസപ്പോയിൻമെൻറ്റും അതേപോലെ ആ തകർച്ചയൊക്കെ അവൻ എങ്ങനെ അഭിനയിച്ചിരിക്കുന്നു, നന്നായിട്ടുണ്ട്. അവസാനമൊക്കെ നന്നായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ ഒരു സീരിയൽ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലായിപ്പോയി, അത്രയേ ഉള്ളൂ.